എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നു മുതൽ ആദ്യം ശരിയുത്തരം അയക്കുന്ന 10 പേരെയല്ല, ശരിയുത്തരം അയക്കുന്ന എല്ലാവരെയും വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ദൈവകൃപയാൽ നമ്മുടെ ബൈബിൾ ക്വിസ് അനുഗ്രഹമായി പോകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുവാൻ, ദൈവവചനം നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ ദൈവം പിന്നെയും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചോദ്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 21 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. വേഗത്തിൽ തന്നെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദൂതൻ ഇരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ കല്ലറയ്ക്കുള്ളിൽ, ഓപ്ഷൻ ബി കല്ലിന്മേൽ, ഓപ്ഷൻ സി നിലത്ത്, ഓപ്ഷൻ ഡി ആകാശത്ത്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ദൂതൻ ഇരുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കല്ലറയ്ക്കുള്ളിൽ, ഓപ്ഷൻ ബി കല്ലിന്മേൽ, ഓപ്ഷൻ സി നിലത്ത്, ഓപ്ഷൻ ഡി ആകാശത്ത്. രണ്ടാമത്തെ ചോദ്യം: യേശു തൻ്റെ വരവ് ഏത് കാലത്തോടാണ് ഉപമിച്ചത്? ഓപ്ഷൻ എ മോശയുടെ, ഓപ്ഷൻ ബി അബ്രഹാമിൻ്റെ, ഓപ്ഷൻ സി നോഹയുടെ, ഓപ്ഷൻ ഡി ഏലിയാവിൻ്റെ. ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു. യേശു തൻ്റെ വരവ് ഏത് കാലത്തോടാണ് ഉപമിച്ചത്? ഓപ്ഷൻ എ മോശയുടെ, ഓപ്ഷൻ ബി അബ്രഹാമിൻ്റെ, ഓപ്ഷൻ സി നോഹയുടെ, ഓപ്ഷൻ ഡി ഏലിയാവിൻ്റെ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യേശുവിൻ്റെ അധികാരം ചോദ്യം ചെയ്തത് ഏത് കൂട്ടരാണ്? ഓപ്ഷൻ എ സദൂക്യർ, ഓപ്ഷൻ ബി പരീശന്മാർ, ഓപ്ഷൻ സി മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും, ഓപ്ഷൻ ഡി ശാസ്ത്രിമാർ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശുവിൻ്റെ അധികാരം ചോദ്യം ചെയ്തത് ഏത് കൂട്ടരാണ്? ഓപ്ഷൻ എ സദൂക്യർ, ഓപ്ഷൻ ബി പരീശന്മാർ, ഓപ്ഷൻ സി മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും, ഓപ്ഷൻ ഡി ശാസ്ത്രിമാർ. നാലാമത്തെ ചോദ്യം ഇതാണ്: പരീശന്മാർക്കും സദൂക്യർക്കും യേശു പറഞ്ഞ ഏത് കാര്യമാണ് ഓർമ്മ വന്നത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പരീശന്മാർക്കും സദൂക്യർക്കും യേശു പറഞ്ഞ ഏത് കാര്യമാണ് ഓർമ്മ വന്നത്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഇടത്തും വലത്തും നിർത്തുന്നത് ആരെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇടത്തും വലത്തും നിർത്തുന്നത് ആരെയാണ്? ആറാമത്തെ ചോദ്യം: യേശുവിൻ്റെ കല്ലറ സുരക്ഷിതമാക്കാൻ ചെയ്ത പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു. യേശുവിൻ്റെ കല്ലറ സുരക്ഷിതമാക്കാൻ ചെയ്ത പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഏഴാമത്തെ ചോദ്യം ഇതാണ്: യേശുവിൻ്റെ അന്ത്യസമയത്ത് നടന്ന അത്ഭുത സംഭവങ്ങൾ എത്ര, ഏതെല്ലാം? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശുവിൻ്റെ അന്ത്യസമയത്ത് നടന്ന അത്ഭുത സംഭവങ്ങൾ എത്ര, ഏതെല്ലാം? എട്ടാമത്തെ ചോദ്യം ഇതാണ്: കുടിയാന്മാർ ദാസന്മാരോട് കാണിച്ച വ്യത്യസ്ത ക്രൂരതകൾ എത്ര തരത്തിലായിരുന്നു, എങ്ങനെയെല്ലാം? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കുടിയാന്മാർ ദാസന്മാരോട് കാണിച്ച വ്യത്യസ്ത ക്രൂരതകൾ എത്ര തരത്തിലായിരുന്നു, എങ്ങനെയെല്ലാമായിരുന്നു? ഒൻപതാമത്തെ ചോദ്യം: മാന്യമായ ഒന്നും മനുഷ്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. മാന്യമായ ഒന്നും മനുഷ്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ, അതായത് മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇത് രണ്ടും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? പത്താമത്തെ ചോദ്യം ഇതാണ്: പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതിന് മുൻപ് കോഴി എത്ര വട്ടം കൂവി? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതിന് മുൻപ് കോഴി എത്ര പ്രാവശ്യം കൂവി? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കേൾക്കുക. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം ഉത്തരം അയക്കുന്ന 10 പേരെയാണ് നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അനേക പ്രിയപ്പെട്ടവർ ഉത്തരങ്ങൾ ശരിയായിട്ട് അയച്ചിരുന്നു. എന്നാൽ അല്പം താമസിച്ചു പോയി. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്.
നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് എവിടെ വെച്ചാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്ത് വെച്ച്. മത്തായിയുടെ സുവിശേഷം 16:13. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: യേശു രൂപാന്തരപ്പെട്ടപ്പോൾ പർവ്വതത്തിൽ യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടവർ ആരെല്ലാമാണ്? ഉത്തരം ഇതാണ്: മോശയും ഏലിയാവും. ഉത്തരം ഓപ്ഷൻ സി ആണ്. റഫറൻസ് മത്തായിയുടെ സുവിശേഷം 17:3. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: പത്രോസ് വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ മുങ്ങിപ്പോകാൻ കാരണം എന്താണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കാറ്റ് കണ്ട് പേടിച്ചതിനാൽ മുങ്ങിപ്പോയി എന്നാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 14:30. നാലാമത്തെ ചോദ്യം: വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നത് ആരാണ്? ഉത്തരം ഇതാണ്: അശുദ്ധാത്മാവ്. മത്തായിയുടെ സുവിശേഷം 12:43. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: വിതക്കാരൻ്റെ ഉപമയിൽ നല്ല നിലം സൂചിപ്പിക്കുന്നത് എന്താണ്? നല്ല നിലം എന്തെന്നല്ല, നല്ല നിലം സൂചിപ്പിക്കുന്നത് എന്താണെന്നായിരുന്നു ചോദ്യം. ഇതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ്: ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി വിളവ് നൽകുന്നു. ഇതാണ് നല്ല നിലം സൂചിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13:23. അപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത വന്നേക്കാം, നല്ല നിലം ഹൃദയമല്ലേ എന്ന്. ശരിയാണ്, നല്ല നിലം എന്ന് പറയുന്നത് ഹൃദയം തന്നെയാണ്. നല്ല നിലം സൂചിപ്പിക്കുന്നത് എന്താണെന്നായിരുന്നു ചോദ്യം. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: യേശു കഷ്ടമെന്ന് ശാസിച്ച നഗരങ്ങളിൽ ഉണ്ടായിരുന്ന കുറ്റം എന്താണ്? ഉത്തരം ഇതാണ്: തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവരെ ശാസിച്ചു തുടങ്ങിയെന്നാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11:20. അപ്പോൾ അവരുടെ കുറ്റമെന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളതാണ്. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: ശിഷ്യന്മാർക്ക് ഭൂതത്തെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? ഉത്തരം ഇതാണ്: അവരുടെ അവിശ്വാസ നിമിത്തമാണ് ഭൂതത്തെ പുറത്താക്കുവാൻ കഴിയാഞ്ഞതെന്ന് മത്തായി 17:20 വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ജനനം കൊണ്ട് ഏറ്റവും വലിയവനാര്? സ്വർഗരാജ്യത്തിൽ വലിയവനാര്? ഉത്തരം ഇതാണ്: ജനനം കൊണ്ട് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ സ്നാപകനാണ്. മത്തായി 11:11. സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മത്തായി 18:4 നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ജനനം കൊണ്ട് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ സ്നാപകനെയാണ്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: പൂർവികർ ചെയ്തത് യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യാതെയിരുന്നു, അത് എന്താണ്? ഉത്തരം ഇതാണ്: അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകിയില്ല. അവിടെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പരീശന്മാർ സംസാരിക്കുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ സമ്പ്രദായം അനുസരിക്കുന്നില്ല എന്ന്. മത്തായിയുടെ സുവിശേഷം 15:2. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു: യേശുവിൻ്റെ അത്ഭുതത്തിൽ എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം എത്ര വട്ടി നിറച്ചെടുത്തു? അവിടെ ചോദ്യം കുട്ടയല്ല, വട്ടിയായിരുന്നു. അപ്പോൾ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചപ്പോൾ 12 കുട്ട നിറച്ചെടുത്തു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. 7 അപ്പവും ചെറുമീനുകളും വർദ്ധിപ്പിച്ചപ്പോൾ അവിടെ വട്ടിയാണ് നിറച്ചെടുത്തത്. അതായിരുന്നു നമ്മുടെ ചോദ്യം. മത്തായിയുടെ സുവിശേഷം 15:37. എല്ലാവരും തിന്ന് തൃപ്തരായി, ശേഷിച്ച കഷ്ണം അവർ 7 വട്ടി നിറച്ചെടുത്തു എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരൊക്കെയാണ് ഉത്തരം അയച്ചതെന്ന് നോക്കാം. എല്ലാവരുടെയും ഉത്തരങ്ങൾ നോക്കുക. നിങ്ങൾ ആരെങ്കിലും അയച്ച ഉത്തരം ഇതിൽ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നു മുതൽ ഉത്തരങ്ങൾ അയക്കുന്ന എല്ലാവരെയും, അതായത് ശരിയുത്തരം അയക്കുന്ന എല്ലാവരെയും വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. ഒരുപാട് പേര് ശരിയുത്തരം അയക്കുന്നുണ്ട്, വളരെ ഉത്സാഹത്തോടുകൂടി പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഉത്സാഹത്തെ മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ പങ്കെടുക്കുക. ശരിയുത്തരം അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ദിവസമാണ്
ഉത്തരം അയക്കുവാനുള്ള സമയം. ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുന്നവരെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. സമയം പരിധി കഴിഞ്ഞതിന് ശേഷം ഉത്തരം അയക്കുന്ന ആരെയും പരിഗണിക്കുന്നതായിരിക്കില്ല. തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ, അതായത് തിങ്കളാഴ്ച ഇടുന്ന ചോദ്യത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് വരെയും 5 മണി വരെയും, വ്യാഴാഴ്ച ഇടുന്ന ചോദ്യത്തിന് വെള്ളിയാഴ്ച 5 മണി വരെയുമാണ് ഉത്തരം അയക്കുവാനുള്ള സമയം. ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ശരി ഉത്തരം അയക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ദയവായിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഉത്തരം അയക്കരുത്. എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് തന്നെ അയക്കുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവരുടെയും ഉത്തരം വന്നിട്ടുണ്ടല്ലോ അല്ലേ? ആരുടെയെങ്കിലും വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയുത്തരം അയച്ച 10 വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ബീനാമി, സിസ്റ്റർ അനു ജോർജ്, സിസ്റ്റർ അഞ്ജുമി, സിസ്റ്റർ ലിസ സുമോദ്, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ആൻസി ബിജു, സിസ്റ്റർ ജെസ്സി ജോർജ്, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ റീന മൈക്കിൾ. വിജയികൾക്ക് ആശംസകൾ. അടുത്ത വിജയി നിങ്ങളാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ദൈവവചനം പഠിക്കുവാനായിട്ട് ഈ ബൈബിൾ ക്വിസ് മുഖാന്തരമായി തീരട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നാൽ ഏത് സമയത്തും നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരുവാനുള്ള അവസരമുണ്ട്. തെറ്റാണെങ്കിൽ അത് തീർച്ചയായിട്ടും അംഗീകരിക്കുവാനുള്ള മനസ്സുണ്ട്. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും മുൻപോട്ട് പോവുകയില്ല. അത് നമ്മുടെ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്ന പലർക്കും മനസ്സിലാവും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാവുന്നതാണ്. അതുപോലെ തന്നെ വിജയികളെ പറയുമ്പോൾ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അയച്ച ഉത്തരമെല്ലാം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് പറയാവുന്നതാണ്. അത് വീണ്ടും ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ വിജയികളാണെങ്കിൽ, നിങ്ങൾ അയച്ച എല്ലാ ഉത്തരവും ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം. ആമേൻ.